എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു എൻ്റെ മുഖം ഇങ്ങനെ ക്യാമറയിൽ കാണുന്നതും എൻ്റെ സൗണ്ട് ഇങ്ങനെ ഫോണിലൂടെ കേൾക്കുന്നതും. പക്ഷെ ചില പർപ്പസിന് വേണ്ടിയാവുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് രാവിലത്തെ ഈ വർക്കൗട്ട് സെഷൻ. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഇത് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് രാവിലത്തെ വർക്കൗട്ട് സെഷനും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വൈഫിനെ കൊണ്ടുപോയി പീസ് വാലിയിൽ ഡ്രോപ്പ് ചെയ്തു. ഈ രണ്ട് ഡ്യൂട്ടിയും കഴിഞ്ഞാലാണ് നമുക്ക് ഷോറൂമിലേക്ക് പോകാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുളിച്ച് ഫ്രഷ് ആയി റെഡിയായി നേരെ ഷോറൂമിലേക്ക് പോകാൻ ഇറങ്ങി. ഇന്നും പാലാ ഷോറൂമിലേക്കാണ് പോയത്. രാവിലെ ഓഫീസിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കും. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് കുറേ നേരം അക്കൗണ്ട്സിന്റെയും കാര്യങ്ങളുടെയും പുറകിലായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഓൺലൈൻ കസ്റ്റമർ ബുക്ക് മാച്ച് സീരീസിലെ ടൈലുകളുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി 6x4 സൈസിലെ ഈ കാണുന്ന ബുക്ക് മാച്ച് സീരീസിലുള്ള ടൈലുകളുടെ വീഡിയോ അയച്ചു കൊടുത്തു. ഇതെല്ലാം 6x4 സൈസിൽ വരുന്ന 4 ടൈൽ ചേരുമ്പോൾ ഒരു ഡയമണ്ട് ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന തരത്തിലുള്ള ബുക്ക് മാച്ച് സീരീസ് ടൈലുകളാണ്. ഒരു വലിയ സ്പേസിലേക്ക് വിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗി വരുന്ന നല്ല പ്രീമിയം ലുക്ക് വരുന്ന ടൈലുകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ബുക്ക് മാച്ച് സീരീസിൽ വരുന്ന ടൈലുകളുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ കുറേ നേരം നമ്മുടെ സ്ഥിരം ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് പോയി. വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞപ്പോഴേക്കും തൊടുപുഴ അല്ലസറിൽ പഠിക്കുന്ന പെങ്ങളെ പിക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങി. പാലായിൽ നിന്നും തൊടുപുഴ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ഹോർഡിംഗ് കണ്ണീരിൽപ്പെട്ടത്. എന്തൊരു കിടിലൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണല്ലേ. ഒരു സ്ഥാപനം അവരുടെ ഷോറൂമിലെ സ്റ്റാഫുകൾ എക്സ്പെർട്ടീസ് ഉള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഹോർഡിംഗ്. കിടിലൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. പിന്നെ തൊടുപുഴ അല്ലസർ കോളേജിലെത്തി പെങ്ങളെ പിക്ക് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.